അഞ്ജലി അല്ലേ? അതെ, അനുപമ ടീച്ചർ തന്റെ ഫോട്ടോ കൊണ്ടുവന്നിരുന്നല്ലോ, ഞാൻ കണ്ടിരുന്നു. ഫോട്ടോയേക്കാൾ സുന്ദരിയാണ് കേട്ടോ. അഞ്ജലി വരാത്തതിന്റെ ടെൻഷനിലായിരുന്നു ആന്റി. ഇപ്പൊ സന്തോഷമായി കാണും. ഐസ്ക്രീം കഴിക്കുന്നോ? ഇല്ല. ഇരിക്കട്ടോ. അയ്യോ, ഞാനെന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഞാൻ കീർത്തി, ഇവിടുത്തെ ഹോം നേഴ്സാ. കല്യാണി, കീർത്തി കണ്ടിരുന്നോ? ഇല്ല. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? മുത്തശ്ശൻ അവളെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. റോഷൻ, റോഷൻ, ഞാൻ താനെന്താ ഇവിടെ നിൽക്കുന്നേ? കമ്പനി ഒന്നും കിട്ടിയില്ലേ? അമ്മേച്ചനെ കണ്ടിരുന്നോ? കണ്ടു. ബോറടിക്കുന്നുണ്ടാവും അല്ലേ? ബോറടി മാറ്റാനായിട്ട് എന്റർടൈൻമെന്റ് പരിപാടി എന്തെങ്കിലും കാണും. ഒന്ന് വെയിറ്റ് ചെയ്യ്, ഓക്കെ? ഡ്രസ് ചീത്തയായി. കൈയെടുക്ക്. ഇങ്ങനെ പേടിച്ച ആൾക്കാർ തെറ്റിയിരിക്കുക. അതാ പേടിച്ചു പോയി. ഈ കാലിന് എന്തിനാ ഇതിനകത്ത് കയറിയിരിക്കുന്നേ? എനിക്ക് ബാത്റൂമിൽ പോകണം തോന്നിയ ഞാൻ തന്നെ വരണമല്ലോ. അതിന് വേറെ ആളെ പറഞ്ഞിടാൻ പറ്റില്ലല്ലോ. ഞാനിപ്പോ പേടിച്ച് ചത്തേനെ. എന്തിനാ പേടിക്കുന്ന? ദൈവത്തെ കണ്ട ആരെങ്കിലും പേടിക്കോ? ദൈവമോ? താനോ? താൻ ചെകുത്താൻ. ഈ മുഖം കണ്ടാലേ ആരും പേടിച്ചു പോവും. എന്തൊരഭിനയം! എന്നെ ചെകുത്താന്ന് വിളിക്കുമ്പോഴും തന്റെ മനസ്സിൽ എന്നോട് ആരാധന തന്നെ. അയ്യേ, എന്നെ ചിരിപ്പിക്കാതെ ഒന്ന് മാറി നിക്ക്. ഞാൻ ഈ ഐസ്ക്രീം ഒന്ന് കഴുകി കളഞ്ഞോട്ടെ. ഐസ്ക്രീം അതൊരു കാരണം മാത്രം. എന്നെ കാണാനല്ലേ താൻ ഇങ്ങോട്ട് വന്നേ? അപ്പുറത്ത് ആഘോഷം നടക്കുന്നു. അതിനിടയ്ക്ക് ഇതിനകത്തേക്ക് നുഴഞ്ഞു കയറിയത് എന്നെ കാണാനല്ലേ? എന്തൊരു ശല്യം ഇത്! എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ലല്ലോ എന്റെ ദൈവമേ. നിങ്ങളുടെ തലയിലെന്താ, ചെളിയാണോ? അതെ, അതിഥികൾക്കിടയിൽ താൻ എന്നെ തന്നെ നോക്കിക്കുന്ന ഞാൻ കണ്ടു. ആ, അത് പോട്ടെ, വന്ന കാര്യം പറ. ഐ ലവ് എന്ന് പറ. അതിനല്ലേ വന്നത്. ഞാനത് ഈ ചെവിക്കടി കേട്ട് ഈ ചെവിക്കടി വിടും. ഞാൻ പറയട്ടെ? കണ്ടോ, അപ്പൊ അതിന് തന്നെയാണ് വന്നത്. പറ, തന്റെ ആഗ്രഹം നടക്കട്ടെ. ഐ ഹേറ്റ് യു, വൃത്തികെട്ടവൻ. ഓ, അപ്പൊ അങ്ങനെയാണ്. ആരടി വൃത്തികെട്ടവൻ? താൻ തന്നെ. ഡബിൾ വൃത്തികെട്ടവൻ. അതെടി, ഞാൻ വൃത്തികെട്ടവൻ തന്നെയാ. എന്റെ തനി സ്വഭാവം ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇല്ല, ഞാൻ ഒച്ച വയ്ക്കും. നീയാണ് എന്നെ തേടി വന്നെന്ന് ഞാൻ എല്ലാവരോടും പറയും. ഞാൻ പറയുന്നതേ എല്ലാവരും വിശ്വസിക്കും. നീ പറയുന്നതൊന്നും വിശ്വസിക്കില്ല. മുൻപൊരുത്തന്റെ ചെകിടത്ത് ഞാൻ കൊടുത്തിരുന്നു. തനിക്കും വേണോ? പല്ല് കൊഴിയും. ഇത് ഞാൻ കൊറേ കേട്ടിട്ടുണ്ട് മോളെ. വാതിൽ തുറക്ക്. ഇല്ലെന്നല്ലേ പറഞ്ഞത്? ഞാൻ ഒറ്റയ്ക്കാണ്. ഒന്ന് നിവർന്നു നിൽക്കാനായിട്ടൊരു ജോലി തേടി വന്നതാ. എന്നെ ബുദ്ധിമുട്ടിക്കരുത്. പഴയതൊക്കെ മനസ്സിൽ വെച്ചെന്നെ ദ്രോഹിക്കരുത്, പ്ലീസ്.
കീർത്തി എവിടെ? കാണുന്നില്ലല്ലോ. മനസ്സിലുള്ളത് അവളോട് തുറന്ന് പറഞ്ഞേ പറ്റൂ. ഇപ്പൊ തന്നെ പറയണം. ആഹാ, നീ ഇവിടെ നിൽക്കുകയായിരുന്നോ? ഞാൻ നിന്നെ എത്ര അന്വേഷിച്ചു. വാങ്ങിച്ച ഗിഫ്റ്റ് വല്ലതും ഇരിപ്പുണ്ടോ നിന്റെ കയ്യിൽ? നേരത്തെ നമ്മൾ ഒരു ഗിഫ്റ്റ് അല്ലേ കൊടുത്തിട്ടുള്ളൂ. രണ്ടുപേരുടെയും വിവാഹ വാർഷിക ദിനാഘോഷല്ലേ, അപ്പോഴൊന്നുകൂടി കൊടുക്കണ്ടേ? എടാ, നീ ഞാൻ പറയുന്ന വല്ലതും കേൾക്കണ്ടോ? നീ ഏത് ലോകത്താണടാ? എന്താ? നിന്റെ അടുത്ത് ഒരു ഗിഫ്റ്റ് കൂടി ഉണ്ടോ എടുക്കാനെന്ന്? ഗിഫ്റ്റ് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. മുത്തശ്ശൻ കീർത്തിയെ കണ്ടിരുന്നോ? കണ്ടെങ്കി അല്ല, എവിടെ അവള്? കാണുന്നില്ല. ഉമ്മർത്തിരിക്കുന്ന എന്റെ ഫ്രണ്ട്സിന് കൂൾ ഡ്രിങ്ക്സ് ഒന്നും കൊടുത്തിട്ടില്ല. അതെ, അവളുടെ ജോലിയല്ല. അല്ല, കീർത്തിയും കല്യാണിയാണല്ലോ അതൊക്കെ നോക്കുന്നത്. മുത്തശ്ശ, എവിടെയാ അവള്? അവൾ അപ്പുറത്തെ മുറിയിലേ പോകുന്ന കണ്ടു. ആഹാ, ഇവിടെ അതിഥികൾ വരുമ്പോ അവള് മുറിയിൽ വിശ്രമിക്കുക? അത് പറ്റില്ലല്ലോ. ആ, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ. എടാ, ഗിഫ്റ്റ് ഒന്നുകൂടി ഉണ്ടാകും എടുക്കാന്ന്. പോട്ടെ, ഒരു ഗിഫ്റ്റ് മതി. നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല. അതാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ. നിങ്ങൾക്കൊക്കെ ജീവിതം ഒരു ഉത്സവമായിരിക്കാം, പക്ഷെ എനിക്കങ്ങനെയല്ല. ഞാൻ തുഴയാൻ പാടുപെടുക. പണത്തിനും പ്രശസ്തിക്കും നടുവിൽ നിൽക്കുന്ന ആളാ നിങ്ങള്. എന്നെപ്പോലുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയില്ല നിങ്ങൾക്കൊന്നും. ഞാൻ നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി എന്റെ ദേഷ്യം നിങ്ങൾക്കുണ്ട്. അതാ ഇങ്ങനൊക്കെ പെരുമാറുന്നത്. അത് മറക്കണം. എന്നെ ജീവിക്കാൻ അനുവദിക്കണം. ഉപദ്രവിക്കരുത്. വാതിൽ തുറക്ക്. ഇല്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഹൃദയമല്ലേ? കല്ലാണോ അവിടെയുള്ളത്? അതെ. നെഞ്ചത്തടിച്ച ഈ പറഞ്ഞ കല്ല് പൊട്ടിപ്പോ. ഈ പറഞ്ഞൊക്കെ എന്റെ സിമ്പതി പിടിച്ചു പറ്റാനല്ലേ? ഞാൻ അങ്ങനെയൊന്നും വീഴില്ല മോളെ. ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിച്ചു പോകുന്ന സൗന്ദര്യം എനിക്കുണ്ട്. എന്നെ കല്യാണം കഴിക്കാൻ പെൺകുട്ടികൾ ക്യൂ നിൽക്കുക. അവരിൽ ചിലർ എന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. ഇപ്പൊ താൻ എന്തൊക്കെ അഭിനയം കാഴ്ചവെച്ചാലും ഞാൻ വീടില്ല. സ്വയം പുകഴ്ത്തുന്ന ഒരു ബോറനാണ് താൻ. തന്നെ വീഴ്ത്താൻ നടക്കുന്ന പെൺകുട്ടികൾ കാണും, പക്ഷെ എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട. എനിക്ക് തന്നെ പോലുള്ള ആണുങ്ങളെ വെറുപ്പാ. തന്റെയൊക്കെ സ്വഭാവം എനിക്കറിയാം. ആദ്യം പെമ്പിള്ളേരുടെ പുറകെ നടക്കും, എന്നിട്ട് അവരെ വീഴ്ത്തും. അവർക്ക് സ്നേഹം തോന്നി തുടങ്ങിയ മാക്സിമം മുതലാക്കി അവരെ ഉപേക്ഷിക്കും. അവരുടെ മനസ്സ് തകർക്കും. ഇതാണ് തന്റെയൊക്കെ ഹോബി. പക്ഷേ ഞാൻ ഇതിലൊന്നും വീഴുന്ന പെണ്ണല്ല മോനെ. എന്നെ വീഴ്ത്താൻ വന്നിട്ട് ഒടുവിൽ ഞാൻ തന്നെ വീഴ്ത്താൻ നടക്കുന്നതായല്ലേ? നിനക്ക് എന്നോടുള്ള ഇഷ്ടം ആ കണ്ണുകളിലുണ്ട്. മണ്ണം കട്ട. ഈ മൊര വീടിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താ നോക്കുന്നേ? വിഴുങ്ങു എന്നെ. എന്റെ ശരീരത്തിൽ തൊട്ട തന്റെ കൊടലുമാല ഞാൻ എടുക്കും. കീർത്തി, 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 എന്താ മുറി അടച്ചിരിക്കുന്നേ? നമ്മളെ ഒരുമിച്ച് കേട്ട തെറ്റിദ്ധരിക്കും. കീർത്തിയല്ല മുറിയില്. ഞാനാ രാഹുൽ. അല്ല, ഏട്ടനെന്തിനാ കീർത്തി അന്വേഷിക്കുന്നത്? അത് അതിഥികൾക്ക് കൂൾ ഡ്രിങ്ക്സ് സെർവ് ചെയ്യാൻ. അവിടെ എങ്ങനെ കാണും? ആരുടെങ്കിലും വായ നോക്കുന്നുണ്ടാവും.
അതല്ലേ ശീലം. അത് നിന്റെ ശീലം. അവൾ അങ്ങനെ ഒരു കുട്ടിയല്ല. എടാ, നീ എന്താ മുറി അടച്ചിരിക്കുന്നേ? മദ്യപിക്കാണോ? ഹേയ്, ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്യാ. തുറക്കടാ വാതില്, ഞാൻ നോക്കട്ടെ. ഡാ, തുറക്കാൻ. മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല, ഇനി കുടിക്കാതിരുന്നാ മതി. ഈശ്വര, വേഗം ഡ്രസ്സ് മാറിയിട്ട് വരാൻ നോക്ക്. രക്ഷപ്പെട്ടു. ഏട്ടൻ നിന്നെ കണ്ടിരുന്നെങ്കിൽ തെറ്റിദ്ധരിച്ചേനെ. തമ്പക്കം, ഇനി എന്റെ പുറകെ നടക്കാതിരുന്നാ മതി. ഇതിനുള്ള മറുപടി ഞാൻ തരാം. വെച്ചിട്ടുണ്ട്. എന്താ സർ? ഏയ്, ആര്യ കുറെ നേരമായിട്ട് നോക്കുന്നുണ്ടല്ലോ. ഏയ്, ഇതൊക്കെ എന്താ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നേ? കീർത്തി എവിടെ? കണ്ടില്ല. കീർത്തി എവിടെയായിരുന്നു? ഡ്രസ്സിൽ ഐസ്ക്രീം വീണു, കഴുകാൻ വേണ്ടി പോയതാ. ഇതുവരെ ഇതൊന്നും ഒട്ടിച്ചില്ലേ കല്യാണി? എന്താ ഇത്? ഇതാ വരുന്നു. ഒരു ഗ്യാപ്പ് തന്നെ. കണ്ടൂടെ? കേക്ക് മുറിച്ചിട്ടില്ലല്ലോ, ആക്രാന്തം കാണിക്കുന്നു. റോഷനുമായി സംസാരിച്ചോ? രണ്ടുപേർക്കും ഇഷ്ടമായോ? മുന്നേ സംസാരിക്കാൻ നിന്ന് തരണ്ടേ ഇഷ്ടമായോന്നറിയാൻ? അത് അവന്റെ ഒരു പ്രകൃതമാ. ഒരു ഡിഫറെന്റ് ക്യാരക്ടറാ റോഷന്റേത്. താൻ കൂടുതൽ അടുത്തിടപഴകുമ്പോ അവനൊരു തുറന്ന പുസ്തകമായി മാറും. സംസാരിക്കാൻ ഇനി സമയമുണ്ടല്ലോ. ഏതായാലും സംസാരിച്ച് വിവാഹം ഉറപ്പിച്ചതിന് ശേഷമേ ഇന്ന് നീ ഇവിടുന്ന് പോകൂ. അച്ഛാ, മുറിക്കണ്ടേ? അതെ, അത് പിന്നെ ഞാൻ തുറന്നു നോക്കുന്നേ. ഷുഗർ ഉള്ളതല്ലേ? അങ്ങോട്ട് മാറി. കീർത്തി ഓവർ സ്മാർട്ട് ആണല്ലേ? അതെ. റോഷനും അവളും തമ്മിൽ എങ്ങനെ? എന്താ, അവൾ അവന്റെ പിറകെ നടക്കുന്നു തോന്നിയോ? വലിയ വീട്ടിലെ പിള്ളേരുടെ പിറകെ ഇങ്ങനെ ചില ദരിദ്രവാസികളൊക്കെ കാണും. പക്ഷെ റോഷൻ അവനതിലൊന്നും വീഴില്ല. എനിക്കറിയാം അവനെ. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇങ്ങോട്ട് വരണ്ട. കീർത്തിക്ക് ഒരെല്ല് കൂടുതലാ. അത് ഞാൻ ഇന്നൊടിക്കും. കേക്ക് കട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ഒന്ന് കഴിയട്ടെ. എന്താ പ്ലാൻ? അതൊക്കെ ഉണ്ട്. താൻ വഴിയെ കണ്ടോ,
അവൾ എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെടും, നാറും. മിടുക്കിയാണെന്ന് അവളുടെ വിചാരം. ഇന്ന് അവള് കരയുന്നത് നിനക്ക് കാണാം അഞ്ജലി. കേക്ക് റെഡി, കട്ട് ചെയ്യാം. എല്ലാവരും ഇങ്ങോട്ട് അടുത്തേക്ക് വന്നോളൂ. വരിക. ആ വരും. ആ എന്റെ മകന്റെയും മരുമകളുടെയും 30ാം വിവാഹ വാർഷികാഘോഷത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ ചെറുപ്പക്കാരന്റെ സന്തോഷം അറിയിക്കുന്നു. ദാമ്പത്യ ജീവിതമെന്ന് പറഞ്ഞാൽ ഒരു 2 വീലർ പോലെയാണ്. ഒരു വീല് പഞ്ചറായ പിന്നെ വണ്ടി മുന്നോട്ട് പോവില്ല. ഇവരുടെ ദാമ്പത്യ ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരിക്കലും അവർക്ക് പഞ്ചർ ഒട്ടിക്കേണ്ടി വന്നിട്ടില്ല. രണ്ടുപേരും ഒരുപാട് വർഷം ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ അതെ മുത്തശ്ശ, ഇനി കേക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാം. മോളെ ഇപ്പുറം വന്നിട്ട് ഇതിന് ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. പിടിച്ചേ. ആചാരങ്ങളൊക്കെ ആചാരത്തിന് പുറത്ത് തന്നെ നടക്കട്ടെ. ദൈവത്തെ വിചാരിച്ച് കട്ട് ചെയ്യാം. എന്തായി കാണിക്കണേ? ഷുഗർ ഉള്ളതല്ലേ? അവിടെ കഴിക്കരുത്. അതെ, ഒരു നിമിഷം എല്ലാവരും ശ്രദ്ധിക്കണേ. എന്താ അനുപമേ? നിങ്ങൾക്കായി ഞങ്ങൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ആസ്വദിച്ചതിന് ശേഷമാവാം ഫുഡൊക്കെ കഴിക്കാൻ. കലാവതി ഡാൻസ് ട്രൂപ്പിന്റെ അഭിമാനമായ കല്യാണിയും ജപ്തി ചെയ്യപ്പെട്ട ചെന്നൈ കലാക്ഷേത്രത്തിൽ നിന്ന് വരുന്ന കീർത്തിയും ഇവിടെ ഒരു സിനിമാറ്റിക് ഡാൻസ് അവതരിപ്പിക്കും. ഇത് അവരെനിക്കിട്ട് പണി തരുന്നു. ഇതൊരു മത്സരമാണ്, എല്ലാവരും കാണുക. മത്സരത്തിൽ ജയിക്കുന്ന ആൾക്ക് എന്റെ വക ഒരു സ്വർണ്ണ മോതിരം സമ്മാനമായുണ്ട്. ടീച്ചർ, എനിക്ക് വയ്യ. ഇതൊക്കെ ഒരു രസമല്ലേ മോളെ? നീ ചെന്ന് ഡ്രസ് ചെയ്തിട്ട് വാ. രണ്ടുപേരും ഉഷാറാക്കണം. തമ്പി നോക്കിക്കണേ, കേക്ക് എടുത്ത് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്ക്. അവിടെ ഇരുന്നോളൂ, എല്ലാവരും അങ്ങോട്ട് ഇരുന്നോളൂ. എടുത്തു കൊടുക്കടാ. ഈ കീർത്തിക്ക് സിനിമാറ്റിക് ഡാൻസ് അറിയില്ല. അവള് തോക്കും, നാണം കെടും. ഞാനാണെങ്കിൽ കൂവും. ഏവരും അത് ഏറ്റെടുക്കും. താനെന്താ എവിടെ വന്ന് നിൽക്കുന്നേ? പേടിയുണ്ടോ ഡാൻസ് ചെയ്യാൻ? പേടിയൊന്നുമില്ല, എന്നാലും ഒരു ഭയം അല്ലേ? ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നെങ്കിൽ ഓക്കെ. ഇത് സിനിമാറ്റിക് ഡാൻസ് അല്ലേ? പേടിപ്പിച്ച് കളഞ്ഞല്ലോ മുത്തശ്ശ. ഇളയം ഇതെന്ത് പണിയെ കാണിച്ച? എടാ, ഇവൾക്ക് സിനിമാറ്റിക് ഡാൻസ് അറിയില്ല എന്നുള്ളത് അനുപമയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു മത്സരം വെച്ചത്.
സിനിമാറ്റിക് ഡാൻസ് തന്നെ വേണമെന്നവൾ തറപ്പിച്ചു പറഞ്ഞത്. എനിക്കിട്ട് പണി തന്നതാ. കല്യാണിക്ക് മുമ്പ് ഞാൻ തോക്കും. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ നാണം കിടണം. അതാ ടീച്ചറിന്റെ മനസ്സിലിരിപ്പ്.